نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ബഹുമാന്യരായ സത്യവിശ്വാസികളും വിശ്വാസികളും അല്ലാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. നമ്മൾ മറ്റുള്ള ആളുകളുമായി ഇടപഴകുന്ന സന്ദർഭത്തിൽ പലപ്പോഴും മാനുഷികമായ പോരായ്മകൾ, വീഴ്ചകൾ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ സംസാരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളിൽ അറിഞ്ഞോ അറിയാതെയോ വീഴ്ചകൾ സംഭവിക്കുന്നവരാണ് നാം. നമ്മുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചാൽ മറ്റുള്ളവർ അതിനോട് ക്ഷമിക്കണം, പൊറുക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ നാം അവരോട് സോറി, ക്ഷമിക്കണമോ എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതേ രീതിയിൽ തന്നെ നമ്മോട് പെരുമാറുന്ന ആളുകൾ, അത് നമ്മുടെ കുടുംബങ്ങളിൽ പെട്ടവരാകാം, മക്കൾ, ഭാര്യ, അല്ലെങ്കിൽ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകൾ, സമൂഹത്തിലെ മറ്റേതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് നമ്മോടുള്ള ഇടപാടുകൾ വീഴ്ചകൾ സംഭവിക്കാം, പോരായ്മകൾ സംഭവിക്കാം. പക്ഷെ അതിനോട് ക്ഷമാപൂർവം അല്ലെങ്കിൽ അത്തരം വീഴ്ചകളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടോ നാം ആലോചിക്കേണ്ടത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ചിലപ്പോൾ നാം വിട്ടുവീഴ്ച ചെയ്യേക്കാം. എന്നാൽ പെരുമാറ്റത്തിൽ നമ്മെ അപമാനിക്കത്തക്ക രീതി, അല്ലെങ്കിൽ നമുക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതി, നാലാളുകളുടെ മുമ്പിൽ നാം അപമാനിക്കപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയോ മറ്റൊക്കെ ചെയ്താൽ അതിനോട് പൊറുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് വളരെ കൃത്യമായ ബോധ്യം നമുക്കുണ്ട്, ഉണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വാക്കുകളിൽ പെട്ടതാണ് ഗഫൂർ, ഗഫാർ, അഫൂഫ് തുടങ്ങിയ പദങ്ങൾ. മാപ്പ് നൽകുന്നത്, വിട്ടുവീഴ്ച ചെയ്യുന്നത്, പൊറുക്കുന്നത് തുടങ്ങിയ പദങ്ങൾ നമ്മളിലും യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട വലിയ ഒരു ഗുണമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പൊറുക്കാൻ കഴിയുക, ക്ഷമിക്കാൻ കഴിയുക. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് അള്ളാഹുമായുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണത്തെ കുറിച്ചുള്ള സവിസ്തരമായ പ്രതിപാദനം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ആ സംസാരത്തിനിടയിൽ അദ്ദേഹം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളാണ്. അത് തുടങ്ങുന്നത് തന്നെ ഈ ഹൃദയവിശാലത, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, അവരുടെ വീഴ്ചകളും പോരായ്മകളും പൊറുക്കുവാനുള്ള കഴിവ് എനിക്ക് നൽകണമേ. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ രക്ഷിതാവേ, എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ. ഹൃദയത്തിൽ വിശാലത നൽകുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള
കഴിവുണ്ടാവുക, ശേഷി ഉണ്ടാവുക. അവർക്ക് വീഴ്ചകൾ സംഭവിക്കും, പോരായ്മകൾ സംഭവിക്കും. അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചിലപ്പോൾ ചില മർദ്ദനങ്ങൾ, അത് പല രീതിയിലാകാം. ശാരീരികമായ മർദ്ദനങ്ങളാകാം, വാക്കുകൾ കൊണ്ടുള്ള മർദ്ദനങ്ങളാകാം. ആ സന്ദർഭങ്ങളിലൊക്കെ ക്ഷമിക്കുവാൻ, പൊറുക്കുവാനുള്ള കഴിവ്, സഹനശേഷി എനിക്ക് നീ നൽകണമേ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ തുടക്കം തന്നെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ചെയ്തു കൊടുത്ത ശ്രേഷ്ഠമായ ഗുണങ്ങളെ കുറിച്ച് പരാമർശിക്കുകയും അനുഗ്രഹങ്ങളെ കുറിച്ച് പരാമർശിക്കുകയും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക, താങ്കളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലേ. അപ്പൊ നമ്മുടെ ഹൃദയത്തെ വിശാലമായി മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ. അവർ മനുഷ്യരാണ്. അവർക്ക് ചിലപ്പോൾ ചില വീഴ്ചകൾ സംഭവിക്കാം, ചില പോരായ്മകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അതിനോട് ഞാൻ ഇന്ന രീതിയിലാണ് സമീപിക്കേണ്ടത് എന്ന ബോധ്യം നമുക്ക് വളരെ കൃത്യമായി ഉണ്ടാവേണ്ടത്. നമ്മൾ ആലോചിച്ചപ്പോൾ ഒരു മനുഷ്യനോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുക, പൊറുക്കാൻ കഴിയുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. സത്യവിശ്വാസികളുടെ സ്വഭാവ ഗുണവിശേഷണങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ സൂറത്ത് ആൽ ഇംറാനിലൂടെ അല്ലാഹു പറയുകയുണ്ടായി, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽദറാഇ വൽകാദിമീന അൽഗൈദ വൽആഫീന അനിൻ നാസ്. അവർ സന്തോഷത്തിലും സന്താപത്തിലും ചിലവഴിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ ആ ദേഷ്യത്തെ വളരെ പ്രയാസപ്പെട്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായോ കടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ആഫീന അനിൻ നാസ്, ആളുകൾക്ക് മാപ്പ് നൽകുന്നവരുമാണ്. വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പാക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ ഒരു സ്വഭാവമായി വിശുദ്ധ ഖുർആൻ പറയുന്നു. നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് നാം വിശ്വസിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ആളായിരിക്കാം ഒരു പക്ഷേ നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ സാമ്പത്തികമായി നമ്മെ വഞ്ചിച്ചതാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിരക്ക് നമ്മെ ഉപദ്രവമേൽപ്പിച്ചതാണ്. ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആ സംഭവത്തെ ഓർത്തെടുക്കുന്ന അല്ലെങ്കിൽ ദിവസം പലതവണ ഓർക്കുന്ന സമീപനം ചില സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാവാം. ആ സംഭവം കഴിഞ്ഞു, ആ വ്യക്തി ഒരു പക്ഷേ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു, അയാൾക്കൊരു പ്രയാസം ഉണ്ടാകും. എന്നാൽ അത് വീണ്ടും വീണ്ടും ഓർത്ത്, സംഭവം ഒറ്റ തവണയാണ് ഉണ്ടായത്, പക്ഷേ അത് നമ്മുടെ മനസ്സുകളിൽ പലതവണ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ മാനസികമായി, അതോടൊപ്പം തന്നെ ശാരീരികമായും നാം ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നതാണ്. അത് നമ്മൾ അറിയാതെയായിരിക്കാം ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. മനുഷ്യരുണ്ടാകുന്ന പലതരത്തിലുള്ള ആൻസൈറ്റികൾ, ഉത്കണ്ഠകൾ, അതുപോലെ തന്നെ പല നിരക്കുള്ള സ്ട്രെസ്സുകൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം ഒരുപക്ഷെ ജീവിതത്തിലുണ്ടായ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ ഉണ്ടായ ഒരു സന്ദർഭം പലതവണ അയവിറക്കുന്നതിന് റുമിനേഷൻ എന്നാണ് പറയുക. റുമിനേഷൻ എന്ന് പറഞ്ഞ ആ വാക്ക് വന്നത് തന്നെ വളരെ രസാഹകരമാണ്. നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കുരങ്ങന്മാർ അവർക്ക് ഇഷ്ടമില്ലാത്തത് ഭക്ഷിച്ചാൽ അവർ അത് ഭക്ഷിച്ചതിന് ശേഷം അവരിങ്ങനെ ചുണ്ട് ഏതെങ്കിലും ഉരസായ സ്ഥലത്ത് ഇങ്ങനെ ഉലതുന്നു. അത് അവരുടെ മനസ്സിൽ നിന്ന് അത് പോകാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ ഭാഗത്തിൽ അവർ മുറിവേൽക്കുന്നു. ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ റുമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ചെയ്ത ഒരു കാര്യത്തെ ഓർത്തെടുത്ത് നമ്മളിങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതിലൂടെ അത് ശരീരത്തെയും നമ്മൾ ബാധിക്കും. നമുക്ക് ചിലപ്പോൾ ചില അസുഖങ്ങൾ ഉണ്ടാവും. ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾ മാരകമായ വേദനകൾക്ക് അടിമപ്പെടും. പക്ഷേ ഡോക്ടേഴ്സിനെ സമീപിക്കുന്ന സന്ദർഭത്തിൽ അവർ പരിശോധനയിൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവുകയില്ല. അത് ചിലപ്പോൾ സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ എക്സ്റേ എടുത്തോ അല്ലെങ്കിൽ പല നിലക്കുള്ള പരിശോധനകൾ നടത്തിയും അതിലൊന്നും ഒരു കുഴപ്പമില്ലാതെ, പക്ഷെ ആ വേദന അവിടെ നിലനിൽക്കും. എന്തുകൊണ്ട് അങ്ങനെ നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ച് നാം വളരെ കൃത്യമായി ഒരു അന്വേഷണം നടത്തുമ്പോൾ നമ്മുടെ മനസ്സുകളിലുള്ള ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അത് നിരന്തരമായി നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുക, അത് വേദനയായി നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത്. സൊമാറ്റോഫോം ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു വകഭേദം തന്നെ ഈ മനഃശാസ്ത്രത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ശാരീരികമായി വേദന അനുഭവപ്പെടുന്നു, എന്നാൽ കാരണം കണ്ടെത്താൻ പറ്റില്ല. യഥാർത്ഥത്തിൽ കാരണം നമ്മുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള ചില ചിന്തകളാണ്. ആ ചിന്തകൾ നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു, അത് നമ്മെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം ആർക്കെതിരെയാണോ നാം അങ്ങനെ ചിന്തിക്കുന്നത് അയാൾക്കല്ല, മറിച്ച് നമുക്കാണ്. നമ്മൾ ആലോചിച്ചു,
ഒരു കനൽ കഷ്ണം, ഒരു തീ കഷ്ണം നമ്മുടെ കയ്യിൽ നാം പിടിച്ചിരിക്കണം മറ്റൊരാളെ എറിയാൻ വേണ്ടി. യഥാർത്ഥത്തിൽ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നിടത്തോളം കാലം പൊള്ളലേൽക്കുന്നത്, പ്രയാസം അനുഭവിക്കുന്നത് നാമാണ്. നാം ആരെയാണോ എറിയാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. നമ്മൾ അതിനെ പിടിച്ചുകൊണ്ടൊരു പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ മറ്റൊരാളെ കുറിച്ച് നാം വെച്ച് നടക്കുന്ന പ്രതികാരം. അതല്ലെങ്കിൽ മറ്റേത് പേരിൽ അതിനെ നാം വിളിച്ചാലും ആ കാര്യം നമ്മളിൽ ഉള്ളിൽ ഇങ്ങനെ ഏറ്റി നടക്കുന്നതോടുകൂടി നാം ഒരു കനൽ കഷ്ണം പിടിക്കുന്നതിന് സമാനമാണ്. അത് മാറ്റുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു പക്ഷേ ആ മനുഷ്യൻ ചെയ്ത് തെറ്റായിരിക്കാം, അയാൾ നമ്മുടെ അനുസരിച്ച് അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ തെറ്റാണ് എന്ന് ബോധ്യമായിരിക്കും. പക്ഷേ അത് നമ്മളിങ്ങനെ അയവരൊക്കെ വീണ്ടും വീണ്ടും നമ്മെ പ്രയാസപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. നമുക്കത് ഇറക്കി വെക്കാൻ കഴിയേണ്ടത്. ആ വ്യക്തിയുമായി നമുക്കുണ്ടായ അനുഭവത്തിൽ ആ വ്യക്തിയെ നമുക്ക് മാറ്റി നിർത്താം, ഒരു പ്രശ്നവുമില്ല. നമുക്ക് അയാളുമായി ഇനിയുള്ള ഇടപാടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളൊക്കെ മാറ്റാം. നമ്മുടെ ജീവിതത്തിന് ദോഷകരമാണ്. പക്ഷേ ദിനേനെ ഇങ്ങനെ ഓർത്തെടുത്ത് ആ വെറുപ്പ് നാം വെച്ചു പുലർത്തുന്നതോടുകൂടി നമുക്കുണ്ടാകുന്ന പ്രയാസം ഒരിക്കലും ദൂരീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അത് ഇറക്കി വെക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ അഫ്വു എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകുക, വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു നിലക്കും ഒരു മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുവാൻ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു. സൂറത്ത് നൂറിൽ 24-ാമത്തെ ആയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ തന്നെ കീഴിൽ ജീവിച്ചിരുന്ന മിസ്തഹ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനായ ഒരു വ്യക്തിയല്ല, സാമ്പത്തികമായി അല്പം പരാധീനതയും പ്രയാസവും. പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബിയാണ് അദ്ദേഹം. വളരെ ശ്രേഷ്ഠനായ പ്രവാചകന്റെ ഒരു അനുയായി. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന്റെ ചിലവിലാണ് ഇദ്ദേഹം കഴിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നമുക്ക് എല്ലാവർക്കും അറിയാം. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള വ്യാജമായ വ്യഭിചാരാരോപണം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. മുസ്ലിങ്ങളായ ചില ആളുകൾ അറിയാതെ ആ പ്രചാരണത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് മാനസികമായ അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയ ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തിന്റെ കുടുംബജീവിതം വളരെയധികം താറുമാറാകുന്ന അല്ലെങ്കിൽ വളരെ പ്രശ്നാധിഷ്ഠിതമായ ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾക്കെതിരെയുള്ള ഈ വ്യാജമായ പ്രചാരണം അതിൽ പങ്കുകൊണ്ട് ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു അതറിഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനമെടുക്കുകയുണ്ടായി, ഇതുവരെ ഞാൻ മിസ്തഹ് റളിയല്ലാഹു അൻഹു നൽകിക്കൊണ്ടിരുന്ന സഹായ സഹകരണങ്ങൾ ഇനി മേലിൽ ചെയ്യുന്നതല്ല. അദ്ദേഹം പ്രതിജ്ഞ എടുത്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ പ്രതിജ്ഞയെതിരെ വിശുദ്ധ ഖുർആൻ ആയത്തിറക്കുകയുണ്ടായി. അതിപ്രകാരമാണ്, നിങ്ങളിൽ നിന്ന് ശേഷിയും സാമ്പത്തികമായ ഭദ്രതയുമുള്ള ആളുകൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരുന്ന സഹായ സഹകരണങ്ങൾ നിർത്തൽ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതിജ്ഞ എടുക്കരുത്. നമ്മൾ ആലോചിച്ചു, കേവലം സാധാരണ ഒരു വ്യക്തി കൊടുക്കുന്ന സഹായം നിർത്തുവാനല്ല ആവശ്യപ്പെടുന്നത്. തന്റെ മകളെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച ആ പ്രചാരവേദിയിൽ പങ്കുകൊടുക്കുകയും അതിൽ പ്രയാസമുണ്ടാക്കുകയും ചെയ്ത ഒരു വ്യക്തിക്കെതിരെയാണ് ഇദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു നടപടിയെടുക്കുന്നത്. ആ നടപടി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുന്നത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മാപ്പ് നൽകുക, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. നമ്മൾ ആലോചിച്ചു, എത്ര ഗുരുതരമായ തെറ്റാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു ചെയ്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പൊറുക്കാൻ കഴിയുന്നതല്ല, ക്ഷമിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് പോലും അതിനോട് ക്ഷമിക്കുവാൻ, പൊറുക്കുവാനാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. നമ്മൾ ആലോചിച്ചു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എനിക്കത് പൊറുക്കാൻ കഴിയില്ല, എനിക്കത് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപൂർവമായി ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ സംഭവിച്ചാൽ പോലും അതിനോട് ക്ഷമിക്കുവാൻ വിശുദ്ധ ഖുർആൻ പറയുന്നു. നമ്മുടെ വീടകങ്ങളിൽ പലപ്പോഴും മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും. അതിന്റെ പേരിൽ മാറി നിൽക്കുന്ന ആളുകളെ നമുക്കറിയാം. മരുമക്കളും അതുപോലെ തന്നെ മാതാപിതാക്കളും തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ട്. ജ്യേഷ്ഠാനുജന്മാർ
സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം മിണ്ടാതിരിക്കുന്ന, ഇങ്ങനെയുള്ള പക വെച്ച് നടത്തുന്ന, വിദ്വേഷം വെച്ച് പുലർത്തുന്ന, വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നാം അറിയാതെ നേരത്തെ പറഞ്ഞ തീക്കനൽ ഏറ്റിക്കൊണ്ട് നടക്കുകയാണ്. അത് വലിച്ചെറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് കയറിക്കൊണ്ട് നടക്കുമ്പോൾ അത് ശാരീരികമായ വേദനകളായി പുറത്തേക്ക് വരുമെന്നുള്ളത് അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള ഒരു പ്രകൃതമാണ് യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് ഉണ്ടാകുന്നത്. ഇനി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കൂ. എങ്ങനെയാണ് തന്നെ ഉപദ്രവിച്ച ആളുകൾക്ക് മാപ്പ് നൽകുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ് നമ്മൾക്ക് പല സന്ദർഭങ്ങളായി കേട്ട ചരിത്രമാണ്. പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ത്വായിഫിൽ ചെന്നു. പ്രവാചകന്റെ ഉമ്മയുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവർ സഹായിക്കുമെന്ന ചിന്തയോടുകൂടി. പക്ഷേ അദ്ദേഹത്തിന് സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ തെരുവ് കുട്ടികളെ വിട്ട് പ്രവാചകനെ ഉപദ്രവിക്കുകയുണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സമൂഹത്തെ ചെയ്യേണ്ടത്? താങ്കൾ പറയുന്നത് പ്രകാരം ചെയ്യുവാനുള്ള കൽപ്പന ലഭിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, എൻ്റെ ഈ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണമേ, അവർക്ക് അറിയാത്തവരാണ്. അങ്ങനത്തെ ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുമോ? നാം ചിന്തിക്കേണ്ടത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടിയ ശത്രുവായിരുന്ന ഉസാമത്ത് ബിൻ അസാൽ എന്ന ഒരു വ്യക്തി, അദ്ദേഹം മുസ്ലിങ്ങളിൽ പല ആളുകളെയും വധിച്ചു കളഞ്ഞു. പിൽക്കാലത്ത് അദ്ദേഹം മുസ്ലിങ്ങളാൽ പിടിക്കപ്പെടുകയാണ്. മദീനയിലെ പള്ളിയുടെ തൂണിൽ അദ്ദേഹം ബന്ധിക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്ന സന്ദർഭത്തിൽ കണ്ടത് ഇദ്ദേഹത്തെയാണ്. 60-ലധികം വരുന്ന മുസ്ലിങ്ങളെ അദ്ദേഹം വധിച്ചു കളഞ്ഞിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. അതുകൊണ്ട് തന്നെ തീർത്തും ശിക്ഷക്ക് അർഹനായ ഒരു വ്യക്തിത്വമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോട് പറഞ്ഞു, എല്ലാ സമയത്തും വളരെ കൃത്യമായി അദ്ദേഹത്തിന് ഭക്ഷണം എത്തിക്കുക. അടുത്ത ദിവസം അദ്ദേഹത്തെ കൊണ്ടുവന്ന ആ സമയമായപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, താങ്കൾ മുസ്ലിങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇസ്ലാമിനെ കുറിച്ച് എന്താണ് താങ്കൾ ധരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, താങ്കൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്, താങ്കൾ മാന്യനാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. അന്നും അദ്ദേഹത്തിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. അടുത്ത ദിവസവും ഇത് ആവർത്തിച്ചു. പ്രവാചകന്റെ ചോദ്യവും അദ്ദേഹത്തിന്റെ മറുപടി ഒരേ രീതിയിൽ തന്നെ. മൂന്നാമത്തെ ദിവസവും ഇതേ രീതി തന്നെ ആവർത്തിച്ചു. പ്രവാചകന്റെ ചോദ്യവും മറുപടിയും അതേ രീതിയിൽ തന്നെ ഉണ്ടായി. ആ മൂന്നാമത്തെ ദിവസം സ്വഹാബികളെയൊക്കെ തന്നെ സ്തബ്ധരാക്കുന്ന രീതിയിൽ പ്രവാചകൻ കൽപ്പനയുണ്ടായി. അദ്ദേഹത്തെ അഴിച്ചു വിടുകയുണ്ടായി. നമ്മൾ ആലോചിച്ചപ്പോൾ തന്റെ അനുയായികളിൽപ്പെട്ട പല ആളുകളുടെയും ജീവൻ ഹനിച്ച ആ രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മാപ്പ് നൽകുവാൻ നിർദ്ദേശിക്കുന്നത്. ഉസാമത്ത് ബിൻ അസാൽ അദ്ദേഹം ഇസ്ലാമിലേക്കുള്ള പ്രവേശനമായിരുന്നു. അദ്ദേഹത്തെ കയറൂരി വിട്ടതിനു ശേഷം അല്പം സഞ്ചരിച്ചതിനു ശേഷം ആ ഹൃദയവിശാലതയെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുകയാണ്. ഏതൊരു മനുഷ്യനാണ് ഇങ്ങനെ കഴിയുക? തീർച്ചയായും ഇദ്ദേഹം ദൈവദൂതൻ തന്നെയാണ് എന്ന് ചിന്തിക്കുകയും തിരിച്ചു വരികയും ഇസ്ലാം ആശ്ലേഷിക്കുന്നു. നമ്മുടെ ഒരു പ്രകൃതി, നമ്മുടെ ഒരു പെരുമാറ്റം ഈ രീതിയിലാക്കുവാൻ നമുക്ക് കഴിയാറില്ല. വിശുദ്ധ ഖുർആനിലെ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന നമുക്കൊക്കെ സുപരിചിതമാണ്. സൂറത്ത് ഹശ്റിലെ സത്യവിശ്വാസികൾ തമ്മിലുള്ള സ്നേഹവായ്പിനെ കുറിച്ച്, അവർ പരസ്പരം ഏത് രീതിയിലായിരിക്കണം എന്നതിനെ കുറിച്ച് പരാമർശിച്ച ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് പോയ ആളുകൾക്ക് മദീനയിലെ അൻസ്വാറുകൾ ചെയ്തു കൊടുത്ത സഹായ സഹകരണങ്ങളെ കുറിച്ച് പരാമർശിച്ച ശേഷം അവരുടെ ശ്രേഷ്ഠമായ ആ മനസ്ഥിതിയെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അല്ലാഹു പറയുകയാണ്, അവർക്ക് ശേഷം ഒരു പറ്റം ആളുകൾ യഖൂലൂന, അവർ പറയും, അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. അതുപോലെ തന്നെ ഞങ്ങളുടെ മുൻഗാമികളായി ഈമാനോടുകൂടി കഴിഞ്ഞുപോയ ആളുകൾ. അടുത്ത ഭാഗമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഞങ്ങളുടെ ഹൃദയാന്തരാളുകൾ നീ ഉണ്ടാക്കരുത്. ദ്വേഷം, വെറുപ്പ്, വിശ്വാസികളായ ആളുകൾ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, ഞങ്ങളുടെ രക്ഷിതാവേ, നീ അങ്ങേയറ്റം പൊറുക്കുന്നവരും ദയയുള്ളവരുമാണ്. നമ്മൾ ആലോചിച്ചു, നമ്മുടെ ഹൃദയങ്ങളിൽ പകയുണ്ടാകാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവാനുള്ള നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശ്വാസികളായ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. ഏത് സന്ദർഭത്തിലും ആളുകളോട് നമുക്ക് പകയുണ്ടാകാം, ദേഷ്യമുണ്ടാകാം. നാം വാങ്ങുന്ന ഒരു ഉൽപ്പന്നം അത് വീട്ടിലെത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നുന്ന
പോകുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയോടുണ്ടാകുന്ന ഒരു തരത്തിലുള്ള വെറുപ്പാണ് സ്വാഭാവികമാണ്. പക്ഷെ അത് തിരിച്ചു വാങ്ങുവാൻ അവസരമുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. അതൊരു കുറ്റകരമായ കാര്യമല്ല. പക്ഷെ അയാൾ അത് ചെയ്തു എന്നതിന്റെ പേരിൽ എപ്പോഴും അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അത് അയാളെ കാണുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവും. ഏത് വ്യക്തിയാണെങ്കിലും ക്ഷമിക്കുവാൻ കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മളോട് ഏറ്റവും അടുത്ത ആളും അവർ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത അനിഷ്ടകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വെറുപ്പുണ്ടാകുന്നത്. ആ വെറുപ്പ് ചിലപ്പോൾ കാലാകാലങ്ങളായി അത്തരത്തിലുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുവാൻ കാരണമായിട്ട് അങ്ങനെ ഒരിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ജീവിക്കുന്ന തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ നമ്മോടൊപ്പം തന്നെ ഇങ്ങനെ ഒരാളുണ്ട് എപ്പോഴും നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ അയാളോട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? നമ്മളോടുണ്ടായ ഇടപാടിലുണ്ടായ ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരിടത്ത് നാം ജീവിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ചു. വീഴ്ചകൾ സ്വാഭാവികമാണ് എന്ന് ചിന്തിക്കുകയും അതിനോട് ക്ഷമിക്കുവാൻ കൊടുക്കുവാൻ വിട്ടുവീഴ്ച മനസ്സിൽ സ്വീകരിക്കുവാൻ സാധിക്കേണ്ടതാണ്. അങ്ങനെ സാധിക്കുമ്പോൾ ഉദാത്തമായ ഒരു മനസ്സിന്റെ ഉടമയായി അത് ആ വിധാനത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത്. വിശുദ്ധ ഖുർആൻ പല സൂക്തങ്ങളിലായി അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ ഉണ്ടാവാം. ഫോർഗീവ്നെസ് തെറാപ്പി എന്ന് ആധുനിക സൈക്കോളജിയെ പറ്റി പറയുന്ന കാര്യമുണ്ട്. അതൊരു ചികിത്സാ രീതിയാണ്. നേരത്തെ നാം പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ചാൽ നമുക്ക് ലഭിക്കില്ല. എന്താണ് കാരണം? അന്വേഷിച്ച് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് അല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റേതെങ്കിലും മേഖലകളിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അഗാധമായി നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. അത് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് സുഖമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത്. ഈ ഫോർഗീവ്നെസ് തെറാപ്പി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും നമുക്ക് ക്ഷമിക്കുവാൻ പൊറുക്കാൻ കഴിയുന്നത്. അത് ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ചികിത്സാ രീതികൾ ഉണ്ട് എങ്കിൽ കൂടി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായി നാം അവലംബിക്കുന്ന വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി അതിന് പ്രേരണ, അത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ക്ഷണിക്കുന്നു. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഉപദ്രവിച്ച അല്ലെങ്കിൽ വധിച്ചു കളഞ്ഞ ഒരാളോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയും, കൊടുക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ സംരക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാൻ നിർദ്ദേശം നൽകുകയും അദ്ദേഹം വധിക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ കരള് എടുത്ത് ചവച്ചു തുപ്പുകയും ചെയ്ത ഒരു സ്ത്രീ എത്രമാത്രം വെറുക്കപ്പെടേണ്ടവരാണ്. അവർ പിൽക്കാലത്ത് മുസ്ലിമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നുണ്ട്. പ്രവാചകൻ അവരുടെ മുഖത്തേക്ക് നോക്കാൻ അദ്ദേഹത്തിന് താല്പര്യം തോന്നില്ല. അത്രയും ഇടകരുണ്ടായിരുന്നു. പക്ഷേ അവരോട് ക്ഷമിക്കുവാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായി ആ പ്രശ്നങ്ങൾ പേറി നാം നടക്കുകയാണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ദോഷം ആർക്കാണോ, നമുക്ക് ആരോടാണോ പ്രതികാരം ഉണ്ടാകുന്നത് ആ വ്യക്തിക്കല്ല, മറിച്ച് അത് നമുക്കാണ് എന്ന ചിന്തയാണ് നമുക്കുണ്ടാകുന്നത്. അങ്ങനെ ഒരാളെ കുറിച്ച് നാം ചിന്തിക്കുന്നുവെങ്കിൽ അയാൾ നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ പരാജയപ്പെടുന്നത് നാം ആണ് എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ഞാനെങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ, ഞാനെങ്ങനെ ക്ഷമിച്ചാൽ അയാളുടെ ഭാഗത്താണ് ന്യായം എന്ന് ധരിക്കുമല്ലോ. ന്യായം ഒരിക്കലും അയാളുടെ ഭാഗത്ത് ആയിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ഭാഗത്ത് തന്നെ ആവാം. അങ്ങനെ ചിന്തിക്കുന്നതോടുകൂടി നാം അവിടെ വിജയിക്കുകയാണ്, പരാജയപ്പെടുകയില്ല. ക്ഷമിച്ചത് കൊണ്ട് കൊടുത്തത് കൊണ്ട് ഒരാൾ പരാജയപ്പെടുന്നില്ല. അതിലൂടെ യഥാർത്ഥത്തിൽ അവിടെ വിജയമാണ് ഉണ്ടാവുന്നത്. കുടുംബജീവിതത്തിലൊക്കെ ആലോചിച്ചു, ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ദിവസങ്ങളോളം മിണ്ടാതിരിക്കുന്ന ഒരു സമീപനമാണ് എങ്കിൽ അവിടെ പരാജയം രണ്ടുപേർക്കുമാണ്. എന്നാൽ ഒരാൾ വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ട് ചെല്ലുകയും ക്ഷമിക്കുകയും പൊറുക്കുകയുമാണ് എങ്കിൽ ജീവിതം സുഖമായി മുന്നോട്ട് പോകുക എളുപ്പമായിരുന്നു. സാധാരണ പറയാറുണ്ട്, 2-3 വഴി, 2 വഴികളിലൂടെ ഒരാൾക്ക് മാത്രം നടക്കാൻ കഴിയുന്ന പാടവരമ്പ് മുൻകാലത്തൊക്കെയുള്ള പരിചയമുണ്ട്. ഇപ്പോൾ നമ്മളങ്ങനെ നടക്കുന്നില്ല. അതിലൂടെ ഇരുവശങ്ങളിൽ നിന്നുമായി 2 ആളുകൾ വരും. 2 ആളും ചിന്തിക്കണം, മറ്റേ ആൾ മാറട്ടെ, ഞാൻ മാറില്ല. അങ്ങനെയാണെങ്കിൽ 2 ആളുടെയും വഴി തടസ്സപ്പെടുകയാണ്. എന്നാൽ ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ മാറിക്കൊടുത്താൽ 2 ആൾക്കും എളുപ്പം പോകാമല്ലോ, അവളുടെ 2 ആളുടെയും വഴി എളുപ്പമാകണം.
എന്നാൽ രണ്ടുപേരും ചിന്തിക്കാൻ ഞാൻ മാറാം. അവിടെ വഴി മൂന്നായി. ഈ സമീപനത്തിലേക്ക് ഉയരുവാൻ വിശ്വാസികളായ നമുക്ക് കഴിയേണ്ടത്. അങ്ങനെ ക്ഷമിക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, പൊറുക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തിയാൽ الحمدلله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. കഴിഞ്ഞ ആഴ്ച ഏറ്റവും വലിയ അനീതി, അന്യായം, ശിർക്ക്, ബഹുദൈവത്വമാണ് എന്ന് നാം പരാമർശിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന് ഏറ്റവും ന്യായമായി ഖുർആൻ പല കാര്യങ്ങൾ നിരത്തുന്നതിൽ ഒരു കാര്യമാണ് സൃഷ്ടിക്കാൻ കഴിയില്ല. നമ്മൾ ആലോചിച്ചു, ലോകത്തെ എത്ര ശ്രേഷ്ഠനാണ് എന്ന് പറയുന്ന വ്യക്തിക്കും അങ്ങനെയുള്ള ഒരു ശക്തിക്കും ഒരു ജീവിയെ, അത് വളരെ നിസ്സാരമായതാണെങ്കിൽ പോലും സൃഷ്ടിച്ച് ജീവൻ നൽകുക സാധ്യമല്ല. മനുഷ്യർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള മഹൽ വ്യക്തികൾ ഏതെങ്കിലും ഒരു ജീവിക്ക് ജീവൻ നൽകുകയും എന്നിട്ട് ആ ജീവൻ അങ്ങനെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം ലോകത്ത് ഇക്കാലം അത്രയും ഉണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ ഈ കാര്യം നമ്മെ ഉണർത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ദുരിബ മസലുൻ, നിങ്ങൾക്ക് ഇതാ ഒരു ഉദാഹരണം ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്തമിഉ ലഹു, നിങ്ങൾ ആ ഉദാഹരണം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ, അത് മനുഷ്യരാകാം, മുമ്പ് കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ വിവിധ രൂപങ്ങളാകാം, വിഗ്രഹങ്ങളാകാം, മറ്റെന്തുമാകും. അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കില്ല, ഒരിക്കലും സൃഷ്ടിക്കാൻ. ലൻ എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത് അറബിയിൽ സാധാരണ പറയാറുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യം എന്ന് പറയാൻ. ലൻ അദ്ഹബഹുനാക, ഞാൻ അവിടെ ഒരിക്കലും പോകും. ഇവിടെ പറയുന്നത് അല്ലാഹു ലൻ യഖ്ലുഖൂ ദുബാബൻ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല. ഇനിയോ വലോ ഇജ്തമഉ ലഹു, അവരെല്ലാവരും കൂടി അങ്ങനെ ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരുമിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും അവരുടെ എല്ലാ വിധത്തിലുള്ള സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ഒരു ഈച്ച, ചെറിയ ഒരു ജീവി, ആ ജീവിയെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയാലും അങ്ങനെ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. മാത്രമല്ല, ഇനി നമ്മുടെ നിസ്സാരത വീണ്ടും അല്ലാഹു ഈ ഉദാഹരണത്തിലൂടെ പറയുകയാണ്. ഇനി ഈച്ച ഈ പറയപ്പെടുന്ന, ഈ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അത് തിരിച്ചു വാങ്ങുവാൻ പോലും അവർക്ക് സാധ്യമല്ല. നമ്മൾ ആലോചിച്ചു, നമ്മൾ വിവിധ തരത്തിലുള്ള നൈവേദ്യങ്ങൾ അർപ്പിക്കാറുണ്ട്. ഒരു ഈച്ച അതിൽ നിന്ന് മധുരം ഉള്ളൊരു ഈച്ച ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഒരു വസ്തു കൊണ്ടുപോയാൽ അത് തിരിച്ചു വാങ്ങുവാൻ പോലും ഈ പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് ആവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അവസാനമായി അല്ലാഹു പറയുന്നു, എന്താണ് ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവൻ. ചോദിക്കുന്നവനാണ് ആരാണോ പ്രാർത്ഥിക്കുന്ന അയാളാണ്, ചോദിക്കപ്പെടുന്നവനാണ് ആരോടാണോ പ്രാർത്ഥിക്കുന്നവരാണ്. രണ്ടുപേരും ദുർബലരായിരിക്കും. എത്ര മനോഹരമായാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളത് നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം അത് കളഞ്ഞ തൗഹീദിൽ അധിഷ്ഠിതമായിരുന്നു, ഏറ്റവും ന്യായമായ രീതിയിലായിരുന്നു. ഒരിക്കലും ശിർക്ക് വന്നു പോകാതെ വളരെ ശ്രദ്ധയോടെ നാം കാത്തു സൂക്ഷിക്കണം. പലപ്പോഴും ശിർക്ക് വരാനുള്ള കാരണം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ നാം മനസ്സിലാക്കി നോക്കുന്നതുകൊണ്ടാണ്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നതാണ്, അള്ളാഹുവിനെ എങ്ങനെയാണോ കണക്കാക്കേണ്ടത്, അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം ശക്തനും പ്രതാപശാലിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് വന്ന് ഭവിച്ചുകൂടാ. അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നാം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട്. മദീനയിൽ ഉംറക്കോ മറ്റോ പോയി ബദറും അതുപോലെ തന്നെ ഉഹുദും ആ പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന ആളുകൾക്ക് അവിടെ എഴുതി വെക്കപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നിന്ന് ധരിക്കുന്ന ഒരു ഹദീസ് അതിപ്രകാരമാണ്: നീ ചോദിച്ചാൽ നീ ചോദിച്ചാൽ അല്ലാഹുവിനോട് ചോദിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കും, ആ ഹദീസിന്റെ തുടക്കം ഇപ്രകാരമാണ്: ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ പ്രഭാതമായ പ്രദോഷം ഒരിക്കലും പ്രതീക്ഷിക്കരുത്.
അതുപോലെ തന്നെ വൈകുന്നേരമായാലും രാവിലെ പ്രതീക്ഷിക്കേണ്ടല്ല, ഏത് സമയത്തും മരണം സംഭവിക്കുക. നീ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇസ്തിആനത്ത് സഹായപ്പെടുത്തൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിലുള്ള സഹായപ്പെടുത്തൽ, നേർക്ക് നേരെയുള്ള കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിക്കുകയായിരുന്നു. അല്ലാത്ത രീതിയിൽ നമ്മെ സഹായിക്കുമെന്ന് വിചാരിച്ച് നാം സഹായപ്പെടുത്താൻ തുടങ്ങി. അത് അല്ലാഹുവോടായിരിക്കണം. നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത ആളുകൾ അത് കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവരോട് പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെ അങ്ങനെ എഴുതപ്പെട്ടിരിക്കും. നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ ഹദീസ് പരിശോധിച്ചാൽ ലഭിക്കുന്നതാണ്. വളരെ കൃത്യമാണ് അതിൻ്റെ ആശയം. അതുകൊണ്ട് ശിർക്ക് കലരാതെ തൗഹീദിൽ അധിഷ്ഠിതമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ ഉൾപ്പെടുവാൻ നമുക്ക് ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാണ്. നമ്മുടെ ജീവിതത്തിൽ അതിന് മര്യാദയും നമ്മുടെ പ്രമുഖനായ ഒരു പണ്ഡിതൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് മാറി കുടുംബത്തോടൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിക്കത്തക്ക അദ്ദേഹത്തിൻ്റെ രോഗത്തെ മാറ്റിക്കൊടുക്കുമാറാണ്. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെയും നമ്മയും എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാണ്. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് എവർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികളും والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحملنا ما لا طاقة لنا به ربنا لا تزغ قلوبنا بعد إذ هديتنا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا ربنا افتح بيننا وبين قومنا بالحق ربنا أفرغ علينا صبرا وتوفنا مسلمين ربنا لا تجعل فتنة للقوم الظالمين رب اغفر لي ولوالدي وللمؤمنين ربنا آتنا في الدنيا حسنة وفي الآخرة